ഗുഡ് മോർണിംഗ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കുറേ പേര്, എല്ലാവരും ഒന്നുമല്ല, കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു ലോങ് വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. എന്ത് ചെയ്യാനാ, ഈ ഒരു തണുത്ത കാലാവസ്ഥ. ഇപ്പോൾ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട്. ഇപ്പോൾ ഇത് ഒരു അറൗണ്ട് ഒരു 6:50 ആയി മോർണിംഗിൽ. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാണ് ഹോട്ടലിൽ ചായ ഒന്നും അത്ര ഹെൽത്തി ഒന്നും ആയിട്ടുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ അതൊരു ഒരു വികാരമാണ്, ഐ തിങ്ക് സോ. ബട്ട് എന്താ പറയുക, ഷുഗറും കൊളസ്ട്രോളൊക്കെ വരുമ്പോൾ ആ വികാരമൊക്കെ അങ്ങ് പോകും. എന്നാലും അതൊരു വികാരമാണ്. സോ അപ്പോൾ ഗണ എൻ്റെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ആ റോഡിൽ. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ആക്ച്വലി ഇവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്, ഈ പൂച്ചകൾ. പക്ഷേ എന്നെ കണ്ടപ്പോഴേക്കും 2 ബൈക്കായി. എനിക്ക് തോന്നുന്നു അവർ ലീഗലി കമ്മിറ്റഡ് ആയിട്ടുള്ളവരല്ല, അല്ലെങ്കിൽ അവർ പ്രണയബന്ധത്തിലുള്ളവരുമല്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും എന്നെ കണ്ടാൽ ഞെട്ടിത്തിരിയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ അതേ ഗണ ആ ദൂരത്ത് നിന്ന് മന്ദം നടന്നു വരുന്നതാണ്. ഇത്രയും നേരം നമ്മളിവിടെ വെയിറ്റ് ചെയ്തൊക്കെ വെറുതെ. അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിലെ മിഠായി തെരുവ്, കോഴിക്കോടിൻ്റെ മാത്രം അഭിമാനമായ മിഠായി തെരുവ് നമ്മുടെ കിൽത്താൻ ദ്വീപിലുണ്ട്. അപ്പോൾ മിഠായി തെരുവിലെ ഷോപ്പിംഗ് മാളുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ അവിടെ നിൽക്കുന്നു ഗായ്സ്. എന്നെ കുറച്ചുകൂടി വ്യക്തമാക്കി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. ഗുഡ് മോർണിംഗ്. ഏത് മോർണിംഗ് വൈബ് മറസിനേക്കാ? ഓക്കെ, അത് നമ്മുടെ നാട്ടിലെ വനിതാ പോലീസാണ്. അപ്പോൾ ഗണ മുഖം നിറച്ചും പൗഡർ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആണ് 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 അപ്പൊ നമുക്ക് വേറൊരു ബീച്ചിലുള്ള ഹോട്ടലിലേക്ക് പോയിരുന്നല്ലേ ആഗ്രഹം. അതെ. അയ്യോ, മഴ നല്ലോണം പൊടിയുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ മുന്നേ ഞങ്ങളോട് പറഞ്ഞു വേറെ നാട്ടിലൊരു ഹോട്ടലും തുറന്നിട്ടില്ല, ഇവിടെ ഒരു ഹോട്ടലുണ്ട്, കാസിമിൻ്റെ ഹോട്ടൽ മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും. ഇരനിരയായി കടികൾ വിത്ത് ഗണ എടുക്കല. ഒന്ന് പതുക്കെ പറയും. ഡിലീറ്റ് ഞാൻ കേട്ടത് എൻ്റെ ഫോട്ടോ ഇഡലിയാ. ഫോട്ടോ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ചായ കുടിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇത് മഴയൊക്കെ ഇങ്ങനെ പൊടിയാൻ തുടങ്ങി. അത്യാവശ്യം പെയ്യുന്നുണ്ട്, പക്ഷെ സൗണ്ടൊന്നും ഇല്ല. ഞാൻ കള്ളമൊന്നും പറയുന്നല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ ഇവിടെ ഒരു തുറക്കാത്ത ഹോട്ടലിൻ്റെ പിന്നാമ്പുറത്തൊരു കിണറുണ്ട്, അതിൻ്റെ മുകളിൽ ഇരിക്കാൻ പോവാണ് ഗായ്സ്. ഇവിടെ മഴ പെയ്ത് തുടങ്ങിയപ്പോൾ ഗണ ഇവിടെ എനിക്ക് ലൈറ്റ് തന്നുകൊണ്ടിരിക്കുകയാണ്. സോ മഴ പെയ്തപ്പോൾ ഗണ പറയാണ് ഗണയ്ക്ക് റൊമാൻറ്റിക് മൂഡ് വരുന്നുണ്ടെന്ന്. ഞാനൊരു കഥ പറയും. ഞാനും ഗണയും കൂടി സ്റ്റേജ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പോലീസുകാരുടെ എന്തൊരു ഫംഗ്ഷനാണ്. അപ്പം ഇങ്ങനെ ഇടി വെട്ടി മഴ പെയ്തപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഗണ സെക്സി മൂവ്. ഞാൻ കളിക്കുന്ന പോലെ എല്ലാം ഗണ കളിക്കുന്നത്. ഗണ ഫുൾ സെക്സി ഇങ്ങനെയൊക്കെ അണിയിക്കുന്നുണ്ട്. കണ്ടിട്ട് എനിക്ക് ബേജാറായി. പിന്നീടാണ് അറിഞ്ഞത് ഇങ്ങനെ മഴ പെയ്തപ്പോൾ എൻ്റെ മൂഡൊക്കെ അങ്ങ് മാറി. എടോ, എനിക്ക് പരിസരം പോകുന്ന സാധനം ഇല്ലേടോ. പാട്ടും അങ്ങനെ ആയിരുന്നേ. ഏതായിരുന്നു ആ പാട്ട്? ലേലാം ലേലാം സണ്ണിലിയോട്ടെ. യാ, സ്വയം അങ്ങ് വിചാരിച്ചു സണ്ണിയാണ്. അപ്പോൾ ഞാൻ ഹോട്ടലിൻ്റെ അകത്തുനിന്ന് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഗണയ്ക്കൊരു ക്രഷുണ്ട്. മറ്റേ സ്റ്റേജിലോട്ടൊന്നും പോയിട്ടില്ല, ലവ് അല്ലേ, അതിലോട്ടൊന്നും കടന്നിട്ടില്ല. കടക്കാനുള്ള ധൈര്യം ഗണയ്ക്ക് ഇത്ര ഉണ്ടായിട്ടില്ല. ഉണ്ടാവുമോ എന്നാണ് എൻ്റെ സംശയം.
കാരണം ഞാൻ പറയാം. അപ്പോൾ ക്രഷിൻ്റെ ബർത്ത്ഡേ വന്ന സമയത്ത് ഗണയ്ക്ക് എങ്ങനെയാ അറിഞ്ഞത് ബർത്ത്ഡേ ആണെന്ന്? ഞാൻ എൻ്റെ ഫ്രണ്ട് മുഖാന്തരം. അതായത് അതോലോക എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇതിന് 6,300 പണി ചേർക്കാൻ പോകുന്നതിന്. ഇതിന് 300, ഇതിന് 600. മനസ്സിലായോ? ഓക്കെ ഓക്കെ. എടാ താങ്ങൊന്ന് പതൊക്കെ പറ. ഞാൻ വിളിച്ച ആരും ഉണ്ടാകണം. അതൊക്കെ കണ്ടാത്ത ബില്ലുള്ള പോലെ ഇല്ല. ഞാൻ ഒരു സൈക്കിൾ എടുക്കാൻ വേണ്ടി പറഞ്ഞു വന്നത് നിന്റെ അധോലോക പിടിപാട് വെച്ച് നീ അന്വേഷിച്ചു ബർത്ത്ഡേ എപ്പോഴാണെന്ന്. ഓക്കെ, അങ്ങനെ അന്ന് രാത്രി ഉറക്കം ഒളിച്ചിരുന്ന 12 മണി അടിക്കുന്നതും കാത്തിരുന്ന അടിച്ച പാടെ ഫസ്റ്റ് സ്റ്റാറ്റസ് ഇട്ടത് എൻ്റെ പാവം ഗണമോനാണ്. എന്നിട്ട് ഗണയുടെ ബർത്ത്ഡേ വന്നു. ഗണയുടെ ബർത്ത്ഡേ എന്നാണെന്നൊക്കെ എന്നോട് അന്വേഷിച്ചു ആ ക്രഷ്. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു ഇതാണ് ഡേറ്റ് എന്നൊക്കെ. നീ കരയണ്ട. അപ്പോൾ എന്നിട്ട് ബർത്ത്ഡേ വന്നിട്ട് അപ്പോൾ ബർത്ത്ഡേ ആയപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചു, അങ്ങനെ ഒരാൾ നമ്മുടെ ക്രഷ് നമ്മുടെ ഇതൊക്കെ ഇടുമ്പോൾ സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ടാവില്ല. അത് ആ ഇത് വെച്ചിട്ട് ഞാൻ ചോദിച്ചു എന്നോട് നിൻ്റെ ഫോട്ടോ ആ ക്രഷ് വിഷ് ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ഇല്ല, സ്റ്റാറ്റസ് ഒന്നും വെച്ചില്ല എന്നല്ലേ. അത് തന്നെ ഒരു റെഡ് സിഗ്നൽ അല്ലേ ഗൈസ്, അല്ലെങ്കിൽ ഒരു റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ അത്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇനിയും കണ്ടിന്യൂ ചെയ്ത് നോക്കണോ? ഞാൻ അതിന് ചെയ്യരുത്. നീ പക്ഷെ ചെയ്യുന്നുണ്ടല്ലോ. അത് എനിക്ക് ഇഷ്ടമായിരുന്നു. ഇപ്പൊ അയാൾക്ക് അറിയില്ലല്ലോ. ഹലോ, വാങ്ങിച്ചോ? എടോ ഞാനത് വാങ്ങിച്ചോളൂ. ഈ ആനക്കാര് പറയുമ്പോ എനത്തിന്റെ സൈക്കാര്യം. താനല്ലേടോ അത് രാവിലെ എന്നെ പറഞ്ഞു വിട്ടത് വില കേൾക്കാൻ. ഞാൻ രാവിലെ ഒന്നും പറഞ്ഞില്ല. ആക്ച്വലി ഞാൻ കഴിഞ്ഞ രാത്രി വന്ന് സൈക്കിൾ വന്ന് നോക്കി. അപ്പോൾ നോക്കിയിട്ട് ഞാൻ മുന്നാട് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ശേഷം മുന്നാട് അയൽവാസിയാണ്. അപ്പോൾ ഞാൻ മുന്നാനോട് പറഞ്ഞു നീ ഒന്ന് അന്വേഷിച്ച് നോക്കാം അതിൻ്റെ റേറ്റ് എത്രയാണെന്ന്. എന്നിട്ട് ഇപ്പോൾ ചോദിച്ചിട്ട് വന്നേക്കാം. സൈക്കിളിൻ്റെ ഷോറൂം ആ കാണുന്നതാണ്, ബിൽഡിങ്ങിനകത്താണ് സൈക്കിളിൻ്റെ ഷോറൂം ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചിട്ട് വന്ന് പറയുകയാണ് 6,300 ഒന്നിന്, 6,800 മറ്റൊന്നിനാണെന്ന്. എന്തായാലും ഞാൻ വാങ്ങിക്കുന്നത് 600. ഓ, അപ്പൊ ഞാൻ എന്തായാലും ഒരു സൈക്കിൾ വാങ്ങിക്കുന്നതായിരിക്കും. ഉദ്ഘാടനം ഉടനെ ഉണ്ടാവും, അത് ഞാനായിരിക്കും. ആരെങ്കിലും ചെയ്യും. പക്ഷെ എനിക്ക് 6 പാക്ക് വന്നാൽ മാത്രം മതി സൈക്കിൾ ഓടിയിട്ട്. നമ്മളിപ്പോ മുന്നാട് വീടിന്റെ പൂമുഖത്തിരിക്കുവാണ്. അപ്പോൾ മഴയില്ല, എന്നാലും മേഘം മൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് തങ്ങ് കയറിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാലത്തിന് ശേഷമാണ് തങ്ങ് കയറുന്ന ഒരു കാഴ്ച ഞാൻ കാണുന്നത്. കാരണം ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് തങ്ങ് കയറാൻ ആളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. തേങ്ങ വീണ് തലമണ്ട പൊളിഞ്ഞു എന്നറിയുമ്പോഴായിരിക്കും ആരെങ്കിലും വന്ന് കയറി തരുന്നത്. അത്രയും ഡിമാൻഡാണ്. ഭാവിയിൽ ഒരു സ്കോപ്പുള്ള ജോബ് എന്ന് പറയുന്നത് തങ്ങ് കയറ്റാണെന്ന് തോന്നുന്നു, തങ്ങൊക്കെ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മൾ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞു. നമുക്ക് എന്തായാലും ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഉണക്കച്ചൂരയുടെ മുളക് എല്ലാ വീഡിയോയിലും ഉണ്ട്, അടങ്ങിയിരിക്കവിടെ ഒന്നുമില്ല. ഉണ്ട ഗൈസ്, നമ്മുടെ വീട്ടിൽ നിന്ന് ഉണ്ടയാണ്. ഉണ്ടയുടെ ബാക്കിയുണ്ട്. ഉള്ളി ഉമ്മ എന്താ കാണിക്കാൻ വരുന്നത് ഗൈസ്? എന്താണ്? സൺഫ്ലവർ അടുത്തിട്ട് ഞാൻ എടുക്കണ്ടേ? ഉമ്മക്ക് ഇൻസ്റ്റാഗ്രാം ഐഡി ഒക്കെ ഉണ്ട് ഗൈസ്. ഇപ്പൊ കാട്ടുങ്ങ സൺഫ്ലവർ രണ്ട് എടുക്കും ഇനി താഴ്ന്നു ഉണ്ടാക്കി.
അപ്പച്ചതാ പേര് ഇപ്പൊ അതിഥിയാ. ഗൈസ്, എൻ്റെ മം പറയാണ് അതിഥി സൺഫ്ലവർ ആണ് നല്ലതെന്ന്. എനിക്കറിയില്ല, നിങ്ങൾക്കറിയാം, എനിക്ക് പറയാ. ഏറ്റവും നല്ല സൺഫ്ലവർ ഓയിൽ ഏത് ബ്രാൻഡിൻ്റെ ഇതാണെന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ഇവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെങ്ങളുടെ മകൾ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെയും. ആ പോകട്ടെ വിടാൻ. ഈ വീട്ടിൽ എനിക്ക് എന്നും അടിയും കുത്തുവാ ഗൈസ്. ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടാണോ? യൂട്യൂബർ കിബിത്തി. യൂട്യൂബിന്റെ പേരെന്നാഞ്ഞ് കുറെ പേര് ചോദിച്ചു എന്താണ് പേരെന്ന്. എനിക്കാണെങ്കിൽ ആ പേര് വായിലോട്ട് വരുന്നുമില്ല. പറയൂ, തന്റെ പേര് പറയാൻ പറ്റുന്ന ഒരു ഗോൾഡൻ ചാൻസ്. ഇങ്ങോട്ട് തിരിക്കണം, പറയണം. കിബിത്തി ഐലൻഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? കിസ്ബ കിബിത്തി ദ്വീപുകൾ എന്നാണ്. പക്ഷെ അത്ര ദ്വീപൊന്നും ഇല്ല. കിബിത്തി എന്ന് പറയുന്ന ദ്വീപ് തന്നെ ഇല്ല. അപ്പൊ ഇവിടെ ഉണ്ടയും മുളകുമാണ് ആ വായ്ക്കകത്തോട്ട് തള്ളി കയറ്റുന്നത്. അതായത് ഇളയ മകൻ ചോദിക്കുന്നു ആച്ചി എന്താണ് പറയുന്നത്. അവന് മലയാളം ഒന്നും അറിയില്ല ഗൈസ്, നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ വീട്ടിൽ ഉണ്ടയാണ്. തൽക്കാലം ഞാൻ ഈ ഉണ്ടയൊന്നും എടുത്ത് വീങ്ങാൻ ഇപ്പൊ ഉദ്ദേശിച്ചിട്ടില്ല. കുറച്ച് കഴിയുമ്പോൾ ഉദ്ദേശിക്കുമ്പോൾ ഞാൻ വീങ്ങുന്നതായിരിക്കും. ഗൈസ്, അസർമുല്ലയുടെ ടെന്റ് എങ്ങനെയുണ്ട്? ഓക്കെ ഗൈസ്, അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു ഇംഗ്ലീഷ് മൂവി പകുതിയോളം കണ്ട് തീർത്തു. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ. അതിലാണ് ഞാനിപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ഹൊറർ, അത്തരം പടങ്ങളൊക്കെയാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് ആ ഉണ്ട അങ്ങ് വീങ്ങാം. ഗൈസ്, പെങ്ങൾ ഇവിടെ ഷോർട്ട് വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് താങ്കൾ ഇന്ന് ഉണ്ടാക്കുന്നത്? ചക്ക കുളച്ച് ഓൾറെഡി ഞാൻ എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ നോക്കാൻ മടിയാണെങ്കിൽ എൻ്റെ ചാനൽ കയറി കാണുന്നത്. എൻ്റെ വർത്താനം കേട്ടിട്ട് മൊബൈലും സ്റ്റാൻഡും ബോധം ഇല്ലാതെ വീണിരിക്കുകയാണ് ഗൈസ്. അപ്പൊ പലരും എന്നോട് ചോദിച്ചു, നിങ്ങള് ചക്കയുടെ തൊലി കളയാണ്ടാണോ ഉണ്ടാക്കുന്നത്? പക്ഷെ തൊലിയൊക്കെ കളയുന്നുണ്ട്. നോക്കൂ, അതിന്റെ തൊലിയും നടുക്കിരിക്കുന്ന പണ്ടാരം ഒക്കെ കളഞ്ഞിട്ടാണ് നമ്മളത് വേവിക്കുന്നത്. ഇനി ഇമാതിരി കൂതറ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കരുത്. ഗൈസ്, നമ്മുടെ ഉണ്ട എങ്ങനെയാ എടുക്കുന്നത് വെച്ചാൽ കയ്യിലിന്റെ ഈ സൈഡ് കൊണ്ടല്ല, ഈ സൈഡ് കൊണ്ടാണ് എടുത്തിരിക്കുന്നത്. വായിങ്ങോട്ട് എന്നെ ഈ സാണ് ഇങ്ങനെ കൊണ്ട് വാ, ഞാൻ ഉണ്ടാൻ പറ്റ. ഓ മൈ ഗോഡ്, ഈ ഉണ്ട എങ്ങനെ താഴെ എത്തും ഗായ്സ്? എനിക്കൊരു പിടിയുമില്ല. ഞാൻ എന്റെ ഓഡിയൻസിന് കാണിക്കാൻ വേണ്ടി വെച്ചതായിരുന്നു ഈ പിന്നാമ്പറം കൊണ്ട് എങ്ങനെയാ എടുക്കുന്നത്. ഒരുണ്ട തന്നെ ധാരാളം. ഇതേ നമ്മുടെ ഉണക്കച്ചൂരയുടെ റെസിപ്പി ആരും ചോദിക്കുന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മാസ് കറി. സ്കൂളൊക്കെ തുറന്നു ഗൈസ്, അതുകൊണ്ട് പെങ്ങളുടെ മക്കളൊക്കെ പോയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ കച്ചറ സൗണ്ട് ഒന്നും കേൾക്കില്ല. ഓക്കെ, നമുക്ക് എന്നാൽ ഇത് ആസ്വദിച്ച് കഴിക്കാം. ഇങ്ങനെ എടുക്കുക. ഹെവൻ ആണ് ഗൈസ്, ഹെവൻ, എരിവുള്ള ഹെവൻ. ഈ ഉണ്ടല്ലോ, ഈ ഉണ്ടയെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷെ ഉണ്ടേന് സിമിലർ ആയിട്ടുള്ള ഒരു ഐറ്റം ഞാൻ കൊയിലാണ്ടിയിൽ എൻ്റെ ദുരിതകാലം നയിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതായത് ഡിഗ്രി പഠനകാലത്ത് തള്ളി നീക്കുകയായിരുന്നെന്ന് വേണമെങ്കിൽ പറയാം. ബുക്കിലുള്ളതും ടീച്ചർമാര് പഠിപ്പിച്ചു തരുന്നതൊന്നും എൻ്റെ വണ്ടയിൽ കയറുന്നില്ല. ഓരോ സെമസ്റ്ററിന്റെ റിസൾട്ട് വരും തോറും സപ്ലിയുടെ എണ്ണം ഇങ്ങനെ അടിക്കടിയാ കൂടിക്കൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ അസഹിഷ്ണുതയും അസ്വസ്ഥതയും. അതിനിടെ ഞാനൊരു വീട്ടില് എന്താ പറയാ പേയിങ് ഗസ്റ്റ് ആയിട്ടായിരുന്നു താമസിച്ചിരുന്നത്. അപ്പൊ അവര് ഇതിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ആകെ ആശ്വാസം ബീനച്ചേച്ചി ഉണ്ടാക്കുന്ന ആ ബ്രേക്ക്ഫാസ്റ്റും ആ ലഞ്ചും അവിടുത്തെ കഞ്ഞിയും പുഴുക്കും ഇതൊക്കെ ആയിരുന്നു. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ അരിപ്പൊടി കുഴച്ച് തേങ്ങയും ഉപ്പും ചേർത്ത് കുഴച്ച്
ആവിയിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണിത്. അപ്പം അവരിങ്ങനെ ഉണ്ടാക്കിയിട്ട് അതിനെ പീസാക്കി മുറിച്ച് പിന്നെ ഒരു പാത്രത്തിൽ കടുക്, ചെറിയ ഉള്ളി, കറിവേപ്പിലൊക്കെ ഇട്ട് മൂപ്പിച്ച് അതിൻ്റെ അകത്തേക്ക് ഈ ഉണ്ടയും കൂടി പീസാക്കിയ ഉണ്ടയും കൂടിയിട്ട് ഒരു പലഹാരം ഉണ്ടാക്കി തരുന്നുണ്ട്. അതിനെ അവര് കൊഴുക്കട്ടെ എന്ന് മറ്റാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ആ കൊഴുക്കട്ട ആവുന്നതിന് മുമ്പത്തെ സ്റ്റേജിലാണ് ഇതുള്ളത്. ഇതാണ് ഇവിടുത്തെ രീതി. അപ്പം നമ്മൾ ആ ഉണ്ട കഴിച്ച് തീർത്തിരിക്കണം. ഒരു ഉണ്ടയാണെങ്കിൽ കഴിച്ചങ്ങനെ തീർത്തു. ഗൈസ്, നമ്മുടെ ചക്ക കുളച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. നമുക്കപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാം. ഉമ്മായിക്ക് ആക്രാന്തം ഗൈസ്. പലരും ചോദിച്ചു അറിയുന്ന സ്പൂണൊക്കെ ആരാ എടുക്കുന്നത്. ഇപ്പൊ കണ്ടല്ലോ. എന്തായാലും ഞങ്ങൾ അന്ന് കുറച്ചതിന്റെ അത്രയും വന്നില്ലെങ്കിലും കൊള്ളാം. ആക്ച്വലി നൈസ്. നമ്മളിങ്ങനെ ലക്ഷദ്വീപ് മുളകുണ്ടാക്കി അവസാനം വറ്റി വരുമ്പോൾ അതിലേക്ക് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചേർത്ത് കൊടുക്കണം അല്ലേ അമ്മ? ആ വായിക്കാത്തൊന്നും വരില്ലേ? ആ വരും. അപ്പോൾ അതിനൊരു നല്ലൊരു സ്മെല്ല് ഇങ്ങോട്ട് അടിക്കും. അതിനർത്ഥം വയറ്റിലോട്ട് ചേർത്താൽ നേരമായി എന്നാണ്. അപ്പൊ ഇവിടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് തേങ്ങാച്ചോറ്, ദ്വീപുകാരുടെ തേങ്ങാച്ചോറാണ്, കേരളക്കാരുടെ തേങ്ങാച്ചോറല്ല. കേരളക്കാരുടെ തേങ്ങാച്ചോറും ദ്വീപുകാരുടെ തേങ്ങാച്ചോറും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇത് നമ്മുടെ ദ്വീപ് തേങ്ങാച്ചോറ്. ഇത് ലഗൂൺ ഫിഷാണ്. നമ്മുടെ ആഴക്കടലിലെ മീനല്ല, ഇത് ലഗൂൺ ഫിഷാണ്. ഇത് എണ്ണിമീങ്ങുമ്മ. അപ്പൊ ഇത് മണക്കം ആൻഡ് ഷമ്മലി എന്നാണ് പോരാളി പറഞ്ഞിരിക്കുന്നത്. വീട്ടിലെ പോരാളി, നാട്ടിലെ എതിരാളി. വന്ന് ഇതൊരു ഫുഡ് ബ്ലോഗ് ആണോ എന്ന് എനിക്കൊരു ഡൗട്ട് അടിച്ചിട്ടുണ്ട്. എനിക്ക് ആക്ച്വലി ലോങ് വീഡിയോ എങ്ങനെ എടുക്കാമെന്ന് അറിയില്ല. അതാണ് പ്രശ്നം. പിന്നെ ഇതിനൊരു 1K ലൈക്കെങ്കിലും എനിക്ക് കിട്ടിയില്ലെങ്കിൽ മേലാൽ ലോങ് വീഡിയോ എടുത്തോണ്ട് വരാമെന്നൊന്ന് പറഞ്ഞേക്കരുത് എന്നോട്. അപ്പോൾ ഈ ഫാനിൻ്റെ ചുവട്ടിലിരിക്കുന്ന തേങ്ങാച്ചോറും മുളകും നമുക്ക് സാപ്പിടാം. നല്ല ആവി പറക്കുന്ന ചോറ്. ഒന്നും പറയാനില്ല, അടിപൊളിയാണ്. തേങ്ങാച്ചോറ് മുളക് ഉണ്ടാകുമ്പോൾ ഒരു ചമ്പ് തേങ്ങാച്ചോറ് കിട്ടിയാലും ഞാൻ കഴിക്കും. അത്രയ്ക്കുണ്ട് അതിൻ്റെ മഹാത്മ്യം. ഇത് കണ്ടോ? ഇത് നമ്മുടെ ചക്ക വറുത്തത് പോലെ ഇല്ലേ? പക്ഷെ ഇത് എന്ത് ചക്കയാണെന്നറിയോ? നമ്മളിവിടെ ചക്ക പൊരിച്ചതെന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇപ്പോൾ ഈവനിങ് ആണ്. ഇത് ഫുള്ള് പാക്കറ്റ് ഉണ്ടായിരുന്നു. എൻ്റെ കൂടെ വേറെയും കുറച്ച് പേരൊക്കെ ഉണ്ട്. അങ്ങനെ അപ്പം ഇരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അവസാനം ബാക്കിയായത് എനിക്ക് തന്നിട്ട് അവരങ്ങ് പോയി. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ച ആ കടച്ചക്കയുടെ ചക്ക കുളച്ചതില്ലേ, അത് ആ ചക്ക കൊണ്ട് തന്നെയാണ് ഇത് നമ്മളുണ്ടാക്കുന്നത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കും. ഇത് എന്ന് പറയുന്നത്, ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് അൺബിലീവബിൾ. ലക്ഷദ്വീപുകാരെ പരിചയമുള്ളവർക്ക് അറിയാമായിരിക്കും. ലക്ഷദ്വീപുകാർക്കൊക്കെ ആ ഒരു കാര്യത്തിൽ ഒരു എതിരഭിപ്രായം ഉണ്ടാവില്ല. സ്നാക്സിൻ്റെ കൂട്ടത്തിൽ ഇതെങ്ങനെ വെച്ചാൽ എപ്പോൾ ആ പ്ലേറ്റ് കാലിയായി എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. സോ അത് ഞാൻ കാലിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മുന്ന ഗണ റാസി അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് സംഭവം. ഭയങ്കര ക്രഞ്ചിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ കുറേ പേര് ചോദിച്ചു, ഇതിനെ നിങ്ങൾ കടച്ചക്ക എന്നാണോ പറയുന്നത്? ഞങ്ങൾ ഇതിനെ ചീമച്ചക്ക എന്നാണ് പറയുന്നതെന്നൊക്കെ. ആക്ച്വലി നമ്മളതിനെ ചക്ക എന്നാണ് വിളിക്കുന്നത്. കാരണം നമ്മുടെ ഇവിടെ ചക്കയൊന്നുമില്ല, കേരളത്തിലുള്ള പ്ലാവൊന്നും ഇവിടെ ഇല്ല. സോ നമ്മൾക്ക് ചക്ക എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് പറഞ്ഞാൽ വലിയ ചുളയുള്ള ചക്കയെന്ന് നമ്മൾ പറയുന്നത് മലയാൻ ചക്കയെന്ന്. ഇതിനെ ചക്കയെന്ന് പറയും. കടച്ചക്ക, ചീമച്ചക്ക അങ്ങനെയൊന്നും പറയില്ല. ഷാനീനുള്ള വെച്ചിരുന്ന ഞാൻ ഷാനിയുടെ ഹോട്ടലിലാണ്, പൂട്ടിയിട്ട ഹോട്ടൽ. എന്നാലും ഒരു അത്തറിൻ്റെ മണം.
റാസി എന്നും പുരട്ട് നത്താറിൻ്റെ മണം വരുന്നുണ്ടോ ആവോ. മുന്നാടെ കൊലച്ചേരി കേൾക്കാൻ പറ്റുന്നുണ്ട്. അവർ വരുന്നുണ്ട് കൈ. ആ പല്ലൊന്ന് കാണിച്ചിട്ട് പോണം മനുഷ്യ. അത് നമ്മുടെ സ്വന്തം സാഹറ ടീച്ചറും ഹസ്ബൻഡുമാണ്. നമ്മൾ ഏത് ഹോട്ടലിലേക്കാണ് പോകുന്നത്? ചായ കുടിക്കാൻ എവിടേക്ക് ഉണ്ടാവുന്നത് ഈ അങ്ങനെ വിളിക്കായി അങ്ങനെ വിളിച്ചോ. റാസി ഹോട്ടൽക്കാരനെ വിളിക്കാൻ പോവാണ്. ഹോട്ടൽ ഇവിടെ ബന്ദാണ് ഗൈസ്. ഷൗട്ട്. ഹോട്ടൽ മെഹബിൻ ഇറ്ററ്റയാണ്. ഇറ്ററ്റയുടെ ഹോട്ടലാണ്. ഇറ്ററ്റയുടെ ഹോട്ടൽ കടി കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. കോഴിക്കട്ടയുള്ള ഓക്കെ പൊട്ടങ്ങില്ലേ വീഡിയോ ഗണപതി. അപ്പൊ നമ്മുടെ മെഹബിൻ ഹോട്ടലിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു കടിയേ ഉണ്ടാവൂ. വല്ലപ്പോഴും അപൂർവമായിട്ട് 2 കടിയൊക്കെ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ കടി കോഴിക്കട്ടയാണ്. കോഴിക്കട്ട ആയതുകൊണ്ട് തന്നെ ഞാൻ റാസിയും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വിത്തോട്ട് മതി ചായ എന്ന്. ഉപ്പ എങ്കിൽ ഞങ്ങൾ മധുരം ഇടിച്ചോളാം. ഗണേ എന്റെ സംശയം അസ്ഥാനത്തോട്ടാണ് പോകുന്നത്. കോഴിക്കട്ട എന്ന് പറഞ്ഞാൽ മധുരമുള്ളൊരു പലഹാരമാണ്. അത് വേറെ എന്തെങ്കിലും അട്ടയായിരിക്കും, കൊഴുക്കട്ട അല്ലാത്ത. അപ്പൊ ഇതാണ് നമ്മുടെ ഹോട്ടൽ. അപ്പൊ ഇതാണ് ഇരിക്കാനുള്ള സ്ഥലം. ഓക്കെ, അപ്പൊ ഇതാണ് ബീച്ച്. നല്ലൊരു അടിപൊളി ബീച്ചാണ്. ഈ ബീച്ചിനെ പറയപ്പെടുന്നത് കാക്കിയാർ എന്നാണ്. കാക്കി എന്ന് വെച്ചാല് ഈറ്ററ്റയുടെ മകന്റെ പേരാണ്. അപ്പൊ നോക്കൂ, ഇവിടെ ബോട്ടൊക്കെ കയറ്റി വെച്ചിട്ടുണ്ട്. അവിടെ ചെറിയ ചെറിയ കുട്ടികൾ കളിക്കുന്ന ഒരു ചെറിയ പ്ലേ ഗ്രൗണ്ട് ആണ്. പിന്നെ ഇവിടെ കയാക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു കയാക്കിങ്ങിന് വീഡിയോ ഇട്ടിരുന്നു. യൂട്യൂബിൽ അതുണ്ടോയെന്ന് എനിക്കറിയില്ല. അത് യൂട്യൂബിൽ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കയാക്കിങ്ങിന് പോയൊരു ബീച്ചായിരുന്നു ഇത്. പിന്നെ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തെ ബോട്ടൊക്കെ തന്നെയാണ് കയറ്റി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നത്. കപ്പലോ മഞ്ജുവോ ഒന്നും കയറ്റിയിട്ടില്ല. പിന്നെ പലരും ചോദിച്ചു മഞ്ജു എന്ന് പറഞ്ഞാൽ ആരാണെന്ന്. മഞ്ജു എന്ന് പറഞ്ഞാൽ ആരുമല്ല. അത് ഇതുപോലെ തന്നെ വലിയൊരു ബോട്ട് പോലെ ഇരിക്കുന്ന, കപ്പൽ പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. ചെറിയ കുട്ടികൾ ബോട്ടിന്റെ മുകളിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. നല്ല കാറ്റാണ്, നല്ല ഒരു അന്തരീക്ഷമാണ്. ചായയൊക്കെ കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ക്ലൈമറ്റ് ആണ് ഗൈസ്. റാസി വിത്തോട്ട് പറയാൻ ഇച്ചിരി ലേറ്റ് ആയിപ്പോയി. എല്ലാവർക്കും പാൽ ചായ, അതും മധുരവും ഒന്നിച്ച്. കൈ അടിക്കുന്നുണ്ടല്ലേ മണവണാസ്. എന്തോ ഒരു ഭാഗ്യത്തിന് എനിക്ക് മധുരം ഇടാത്ത കട്ടൻ കിട്ടിയിട്ടുണ്ട്. ഗണയ്ക്ക് തീരെ പിടിച്ചില്ല ഗൈസ്. എസ്ഒയ്ക്ക് പിന്നെ എനിക്ക് നന്നായി ഗണേ എന്റെ കട്ടൻ എടുത്തു തരുമോ? എനിക്ക് അവിടെ വരെ കൊഴിക്കട്ടെ വരട്ടെ, കൊഴിക്കട്ടെ വരട്ടെ. ഏതാനും നിമിഷങ്ങൾക്കകം കൊഴുക്കട്ട നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുക. ഓ മൈ ഗാഡ്, ഇവിടെ അടിയും പിടിയുമാണ് ഗൈസ്. നല്ല ഇപ്പൊ എന്റെ അണ്ണാക്കിൽ ഇടിവെട്ടിയ പോലെ ഇരിക്കുന്നുണ്ട്. മധുരാണെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ ഉപ്പാടത്ര. ഞാനൊന്ന് ആസ്വദിച്ച് ചായ ഒന്ന് കുടിച്ചോട്ടെ, ഒന്ന് മിണ്ടാതിരിക്കോ? മോന്ത് മോന്ത് കൊയ്ക്കട്ടയുടെ രുചി നോക്കാം.
നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട. ഒന്നെടുക്കുക ടേസ്റ്റ്. ശരിക്കും നമ്മുടെ ദീപ ഹൽവയുടെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ റാസി ഒരെണ്ണം പിരിച്ച് പകുകയാണ് ഗൈസ്. ഇവിടെ ഓൾറെഡി ഹാഫ് ആക്കി വെട്ടി വിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറയ്ക്ക് വേണ്ടി മാത്രം നല്ല പിള്ള ഇടത്തേക്ക് കൊണ്ട് തരുന്നതിന് പൊരുത്തപ്പെട്ട് തരണേന്ന്. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ഞങ്ങൾ പൊരുത്തപ്പെട്ട് തരണം. പല അർത്ഥത്തിലും എന്റെ കൊത്തി നോവിക്കുന്നുണ്ട്, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഗണേന്റെ അടുത്ത് അമ്പും ബില്ലും ഉണ്ട്. സമയാസമയം നമ്മുടെ ഹൃദയത്തിലോട്ട് തൊടുത്ത് വിടും. ആച്ചി നിങ്ങൾ രണ്ടു വാക്ക് പറയും ഇങ്ങേരോട്. നമ്മുടെ മെഹബിന്റെ പ്രത്യേകതയാണ് ഫ്രെയിം ചെയ്ത QR കോഡ്. ഈ മെഹബിൻ കൂട്ടി അടയ്ക്കുന്ന ദിവസം നമ്മൾ അതിലേക്ക് ഒരു റീത്ത് ചാർത്തുന്നതായിരിക്കും. എനിക്ക് വേണ്ട. ചായ കുടിച്ച പാടെ വെള്ളം പൊന്താൻ പാടില്ലെന്നാ പഴമക്കാർ പറയാറ്. പിന്നെ ഗൈസ്, ഒരു കക്കൂസ്. വീട്ടിലിരുന്ന് ബോറടിക്കുന്നവർക്ക് ഇവിടെ വന്ന് നേരെ ഇതും വെച്ചിരിക്കാം. ഇത് നമ്മുടെ നാട്ടിലേക്ക് പുതിയതായിട്ട് വരുന്ന ടർഫാണ്. ഫുട്ബോൾ ഒക്കെ ആയിരിക്കാം മെയിനായിട്ടും. അപ്പുറത്ത് കാണുന്നത് മൾട്ടിപർപ്പസ് ഹാളിന്റെ പിന്നാമ്പുറമാണ്. റഹീം ബോട്ട് ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മുടെ ഇടയിലേക്ക് ഇയാക്ക ആൻഡ് വാൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. മുമ്പിൽ വാൽ, ബൈൽ തല. ശരിക്കും ഇതായിരുന്നു മുമ്പിൽ വരേണ്ടത്, പിന്നിൽ പോകേണ്ടതായിരുന്നു. മുന്നായി നമ്മൾ തലേന്നൊക്കെ പറഞ്ഞു വിളിക്കുന്നുണ്ട്. എല്ലാരും ചോദിച്ചു ഇന്നലെ ഇട്ട വീഡിയോയില് അത് ആരുടെ വീടാണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരാളോട് ഇയാക്കയുടെ പെങ്ങളുടെ വീടാണെന്ന്. അപ്പൊ അത് ഉറാക്കാന്ന്. അവസാനമായി റഹീമും ഹാജർ. ഇത് വല്ല അസുഖമാണോ ഗൈസ്? ഇങ്ങനെ നമ്മളെല്ലാരും എന്തെങ്കിലും സംസാരിക്കുമ്പോ ഗണ ഇങ്ങോട്ട് തിരിഞ്ഞിരുന്ന് എന്തെങ്കിലും ആലോചിച്ചോണ്ടായിരിക്കും. നിന്റെ കിടക്കിടക്ക് അങ്ങനെ പല കാഴ്ചയും കാണുന്നുണ്ട്. അവിടെ എന്തോ എന്താ ടീഷർട്ടിൽ തൊപ്പിൽ ഒരു എന്താ നീ കണ്ടത്? ഒരു ഡോട്ട് 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 ഡോട്ടൊന്നുമല്ല, അത് ഒട്ടയാ. ഇതെന്ത് ചെയ്തതാ? പാറ്റ പ്രാണി പ്രാണിയൊക്കെ കഴിക്കും. അവർക്കും വിശക്കൂലേ, അതുകൊണ്ട് ഞാൻ എന്റെ ഡ്രസ്സൊക്കെ കൊടുക്കും. ഇനി കുറെ കഴിഞ്ഞാൽ നിന്നെ കൂട്ടി അവർ ഇടയ്ക്ക് കരണ്ടാറുണ്ട്. എന്റെ വിരലിന്റെ സൈഡ്, കാലിന്റെ സൈഡൊക്കെ കരണ്ടാറുണ്ട്. ആ കൊറേ പേര് റാസിനോട് എനിക്കൊരു കാര്യം ചോദിക്കണം. കൊറേ പേര് ചോദിച്ചു റാസി എന്ത് സ്കിൻ കെയർ ആണ് ചെയ്യുന്നത്, ഫേസ് ഒക്കെ നല്ലോണം ഗ്ലോ ആയിട്ടുണ്ട് എന്നൊക്കെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മുഖം കൈകാറുണ്ട് പച്ചവെള്ളത്തില്. കൺമഷിയൊക്കെ ഉപയോഗിക്കും. ഐബ്രോ ഇടും, ലിപ്സ്റ്റിക് ഇടും, പിന്നെ മുറുക്കുകയും ചെയ്യും. പല്ലിൽ എന്നാലും ഒരു കറ പോലും ഇല്ല. ഞാൻ 2 പ്രാവശ്യം മുറക്കിയപ്പോഴേക്ക് എന്റെ പല്ല് നിറച്ച് കറ. മുന്നായി കാക്കളിപ്പ് സ്റ്റാറ്റസ് ഇടണമെന്ന് ഗൈസ്. ക്യാമറ ഇരിക്കുമ്പോഴേക്കും ഇതിന്റെ വായടയും. എന്ത് പറയാനാടോ ഗൈസ്, ഗണയുടെ റാസി കറഞ്ഞു.
ഇനിയിപ്പോ ഈ കാര്യത്തിൽ ഒരു തീരുമാനമാവുന്നതാണ് ഞങ്ങൾ പേടിക്കുന്നത് അല്ലേ. അതെ അതെ അതെ. ലോകത്ത് ആരറിഞ്ഞാലും ഈ മോന്ത അറിയരുതെന്നാണ് എല്ലാരും പ്രാർത്ഥിക്കുന്നത്. അത് കലക്കി കഞ്ഞി വെന്ത് കയ്യിൽ തരും. ഓക്കെ, അപ്പം നമ്മുടെ കടപ്പുറത്ത് നിന്ന് എണീറ്റു. റാസിയുടെ വീട്ടിലേക്ക്, മുന്നയുടെ വീട്ടിലേക്ക്, ഗണയുടെ വീട്ടിലേക്കും തിരിഞ്ഞിരിക്കുകയാണ്. ബട്ട് ഇയാക്കയും വാലും റഹീമും അവിടെ ഇരിക്കുകയാണ്. അവരെപ്പോഴും കുറച്ചും കൂടി ഇരുട്ട് വീണിട്ടേ വീട്ടിലേക്ക് പോകാറുള്ളൂ. എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല, അതൊന്നും ചോദിച്ചേക്കെന്തായാലും. പക്ഷേ എന്നും ഇങ്ങനൊരു ദുരൂഹ സാഹചര്യത്തിൽ അവരിയ്ക്കുന്നത് ഞാൻ കാണാറുണ്ട്, നോട്ട് ചെയ്യാറുണ്ട്. നമ്മളങ്ങനെ ഡിന്നർ കഴിക്കാൻ പോവാണ്. ഇത് ഉച്ചക്കത്തെ പാലിൻ്റെ ബാക്കിയാണ്. പാലെന്ന് വെച്ചാൽ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്, സിമ്പിളാണ്. നമ്മുടെ ചാനലിൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ആവശ്യമുള്ളവർ അത് പോയി കാണാം. ഇത് തേങ്ങാച്ചോറും പാലും ഒരു കോമ്പിനേഷൻ അല്ല, എന്നാലും ഞാനിപ്പോൾ അത് കോമ്പിനേഷൻ ആക്കി മാറ്റും. പിന്നെ നമ്മുടെ രാജകീയ പദവി നൽകി നമ്മൾ ആദരിക്കുന്ന മുളകിട്ടത്. അപ്പം നോക്കൂ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഡിന്നർ ഇതാണ്. അപ്പം പാലും ചോറും നിർത്തടാ എടോ. അപ്പോൾ പെങ്ങളുടെ മക്കൾ ഒരു അനുസരണ ഇല്ല ഗൈസ്. അപ്പോൾ ചോറ്, പാല്, മുളകിട്ടതിൻ്റെ മീൻ കഷ്ണങ്ങളുണ്ട്, പിന്നെ ഒരു കഷ്ണം ഉള്ളി കൂടി ഞാനെടുത്ത് വച്ചിട്ടുണ്ട്. എന്തിനാണെന്നൊന്നും അറിയില്ല, പക്ഷെ എന്നാൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് വയ്ക്കുകയാണ്. ഞാനിങ്ങനെ കഴിക്കാനാണ്. നമുക്കൊരു കാര്യവും നടക്കില്ല ഈ വീട്ടിൻ്റെ അകത്ത്. അയ്യോ, ആരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടാവും. ആക്ച്വലി ഈ പാലിനകത്ത് ചെറുനാരങ്ങയൊക്കെ പിഴിയുന്നുണ്ട്. ആക്ച്വലി ഈ പാല് ഊറ്റിച്ചോറിൻ്റെ കൂടെയാണ് കഴിക്കുന്നത്. ഊറ്റിച്ചോറെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളമൊക്കെ ഉള്ളൊരു ചോറല്ലേ, കഞ്ഞിവെള്ളമൊക്കെ ഊറ്റിക്കളയുന്നൊരു ചോറില്ലേ, അതാണ്. തേങ്ങാച്ചോറിൻ്റെ കൂടെ കഴിക്കില്ല ആരും, പക്ഷെ എനിക്ക് പാൽ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാനത് കഴിച്ച് പോവാണ്. വല്ലാത്ത പുളി. അപ്പൊ ഞാൻ എന്തായാലും ഒന്ന് കഴിക്കട്ടെ. ഗൈസ്, ഗണ എന്നെ അങ്ങനെ വിളിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ബീച്ചിൽ പോവാണ്. വന്നിട്ട് ഞങ്ങൾ വടക്കോട്ട് പോകും. ഗൈസ്, ഞങ്ങളങ്ങനെ ബീച്ചിലാണ്. ഗണ എനിക്ക് ടോർച്ച് അടിച്ച് അത്രയും ഇരുട്ടിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. പക്ഷെ ഇവിടെ ശക്തമായ കാറ്റും മഴയും ഇങ്ങനെ അടിച്ച് വീശിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങളിങ്ങനെ പേടിച്ച് രണ്ട് മാൻപേടകൾ കണക്ക് ഞങ്ങളിങ്ങനെ ഒരു പ്രവർത്തനരഹിതമായ കിളിവാതിൽ പൂൾബാറിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. സോ മച്ച് ഡേഞ്ചറസ്. വല്ല എന്താ പറയുക, വല്ല കാട്ടുമൃഗങ്ങളോ നമ്മളെ അറ്റാക്ക് ചെയ്യുമോ എന്നൊക്കെ ഞാനിങ്ങനെ പേടിക്കുന്നുണ്ട്. വല്ല സിംഹമോ കടുവയോ ഒക്കെ, ഈവൻ കാട്ടാനയായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ അത്രയും പേടിച്ച് നിൽക്കുകയാണ് ഇവിടെ. രാത്രി മഴ എന്ത് രസമാണ്. എനിക്കിഷ്ടമാണ് രാത്രിയിലത്തെ ഇങ്ങനെയുള്ള മഴകൾ. കാണാൻ പറ്റുമോ എന്നും അറിയില്ല മഴയൊന്നും. ആ ലൈറ്റിൻ്റെ അവിടെ കുറച്ച് കാണാം. നല്ല രസമാണ്, നല്ലൊരു കൂൾ ക്ലൈമറ്റ്. ഗായ്സ്, അപ്പോൾ അങ്ങനെ റാസി എത്തി, മുന്നേ എത്തിയിട്ടില്ല. നമ്മളങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വീട്ടിൽ പോവാണെന്ന്, അപ്പോൾ അങ്ങോട്ട് പോവാണ്. അങ്ങനെ മുന്നായും വന്നെത്തിയിരിക്കുകയാണ് ഗേസ്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് വന്നു. മുന്നേ പോയി, വീടെത്തിയപ്പോൾ പോയി. അപ്പോൾ അങ്ങനെ പോയ സ്ഥലം കാണിക്കാത്തത് ഒരു മരണ വീട്ടിലേക്കായിരുന്നു പോയത്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ടീച്ചറിൻ്റെ വീട്ടിലാണ് പോയത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. അപ്പോൾ തിരിച്ച് വന്നു. അപ്പോൾ നാളെ ഗണ യാത്രയാണല്ലേ? എങ്ങോട്ടാടോ? അനിയനാണോ? നീ മാമനല്ലേ? അതിൻ്റെ പിന്നെ അത് പറയണം. ഞാനൊരു മേമനും കൂടിയാണ്. അപ്പൊ മാമൻ പെങ്ങളുടെ മോനെ കൊണ്ടാക്കാൻ വേണ്ടി പോവാണ് കവരത്തി എണ്ണിലേക്ക്. ഞാൻ ആ ഷിപ്പ് തന്നെ തിരിച്ച് എന്റെ ഫ്രണ്ട്സ് ഉണ്ട് ഇങ്ങോട്ട് വരുന്നത്. അവരെ കൂട്ടി ഞാൻ വന്നിട്ട് ലാസ്റ്റ് ആവുന്നത്. 2 ദിവസത്തിനുള്ളിൽ ഗണ ഇവിടെ എത്തുന്നതായിരിക്കും. അതുകൊണ്ട് 2 ദിവസം കാണാത്തവർക്ക് എല്ലാവരും ക്ഷമിക്കണം. ഗണയുടെ വീടിന് നേരത്തെ ഇപ്പൊ ഗണ പോവാണ്. കുറച്ച് കഴിയുമ്പോ റാസി ഞാനും കൂടി പിരിയും.
ഓക്കെ, ഇവിടെ ബ്രസീലിയൻ ഫാൻസ് അസോസിയേഷൻ കൊടി വലിക്കാൻ പോവാണ്. പോർച്ചുഗൽ താങ്ങിയത് പോർച്ചുഗൽ ഏത് കാര്യം. ഓക്കെ ഗായ്സ്, ഇപ്പൊ പോർച്ചുഗലുണ്ട്. പോർച്ചുഗൽ ആൻഡ് ബ്രസീൽ ഒക്കെ കുറച്ച് മീനൊക്കെ കിട്ടിയിരുന്നു. അപ്പൊ മീൻ ഗണ നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഗണ പ്ലീസ് ഓപ്പൺ. ഞോള മണക്ക ഒക്കെയാണ്. ചെമ്മലിയുണ്ട്. നമ്മൾ മൂവ്. ഓക്കെ, നമ്മളങ്ങനെ വീടെത്തി. വീട്ടിൽ ഇതേണ്ട് കാർട്ടൂൺ കാണുവാണ് പെങ്ങളുടെ മോനും. പിന്നെ നമ്മുടെ ഒരു ചെറിയ കുട്ടിയുണ്ട്, അത് ബ്രദറിന്റെ മോനാണ്. മുളായേ അപ്പൊ ഞാൻ ഇവരെയും കളിപ്പിച്ചു. അങ്ങനെ ഇരിക്കട്ടെ. അയ്യോ, എന്റെ തൊപ്പി എടുത്ത് തന്നേക്കുവാ എന്റെ ലോലാക്കുട്ടി. ലോലയുടെ പേര് ഇഷ്വ എന്നാണ്, പക്ഷെ ഞാൻ വിളിക്കുന്ന ലോല എന്നാണ്. എനിക്ക് സ്നേഹം കൂടുമ്പോ ലോലാപ്പി എന്ന് വിളിക്കും. അയ്യോ, ഞാൻ എവിടെ ഇട്ടാലും തൊപ്പി എടുത്തോണ്ടൊന്ന് തരുന്നു. പാവ എന്റെ മോളൂ. ഇതേ വീണ്ടും തൊപ്പിയില്ല. Guys, oh my god, I'm feeling so sad. It's so lovely. Thank you. ഇപ്പോൾ സമയം ഏകദേശം ഒരു 10 മണി 11 മണിയൊക്കെ ആവാറായി. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കണം. അപ്പോൾ ഇത് എന്ത് വീഡിയോ ആണെന്ന് എനിക്ക് അറിഞ്ഞുവിടാ. വാട്ട 8ന്റെ ഡേ എന്നൊക്കെ പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ആ മരണ വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുടിക്കാൻ വെള്ളവും പിന്നെ ഇത്തപ്പഴവും കഴിച്ചിരുന്നു. അതാണ് ഇവിടുത്തെ ഒരു രീതി, അങ്ങനെയാണ്. അപ്പോൾ മരണ വീടുകളിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ഈന്തപ്പഴം ഡേറ്റ്സും വെള്ളവും തരും. അപ്പം അത് കുടിച്ച് അങ്ങനെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് കഴിച്ചത്. വീഡിയോയിൽ കാണിക്കാത്ത കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പിന്നെ രാവിലെ ഒരു 1.5 ഗ്ലാസ് പായസവും ഞാൻ മൂന്തിയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്ത് ഷോർട്ട് വീഡിയോസ് ഇട്ടാലും അതിൻ്റെ താഴെ ഇങ്ങനെ 1-2 പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്യും. എല്ലാ വീഡിയോസും ഞാൻ നോക്കിയാൽ മനസ്സിലാവും, നോക്കിയാൽ കാണാം. ലോങ് വീഡിയോ ഇടുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്കിപ്പോൾ ആ ഐഡിയ ഒന്നും ഓർമ്മ വരുന്നില്ല. പിന്നെ അനീഷ എന്ന് പറഞ്ഞൊരു കുട്ടി ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നിട്ട വീഡിയോന് താഴെ വന്നിരുന്നു ഇങ്ങനെ ലോങ് വീഡിയോ എന്തായി എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ വീഡിയോ, എടുത്തുകൊണ്ടിരുന്ന വീഡിയോ. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം, നല്ലൊരു രാത്രി ഞാൻ നേരുന്നു. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. See you tomorrow. Bye. Love you all.